ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മല്ലു ബ്ലോഗർ. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി കിടിലൻ നല്ലൊരു പവറുള്ളൊരു ബൈക്കാണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും പുതിയ നല്ല ഡിസൈനോട് കൂടി വരുന്ന ഇന്റർസെപ്റ്റർ 650 എന്ന് പറഞ്ഞ ഒരു ബൈക്കാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷനും അതിൻ്റെ കുറച്ച് റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് തുടങ്ങാം. അതിനു മുമ്പായിട്ട് എല്ലാവർക്കും ഒന്നുകൂടി നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഇന്റർസെപ്റ്റർ 650 എന്ന് പറഞ്ഞ ഈ ഒരു ക്രൂസർ ബൈക്കാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഈ ഒരു വണ്ടി ഇൻസ്പയർ ആയിരിക്കുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഐക്കോണിക് 60s റോയൽ എൻഫീൽഡ് ഇന്റർസെപ്റ്ററിൻ്റെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ റോയൽ എൻഫീൽഡ്. അപ്പോൾ ഈ ഒരു വണ്ടി കാണാൻ തന്നെ പ്രത്യേകതരം ഒരു ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ചേസസിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ട്വിൻ കാർഡിൽ ട്യൂബുലാർ സ്റ്റീൽ ഫ്രെയിമിനാണ് ഈ ഒരു വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിക്ക് നല്ലൊരു സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അപ്പം വൈബ്രേഷനും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഈ ഒരു വണ്ടിയിൽ നിന്ന് ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട്. പൊതുവേ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികൾക്ക് ഭയങ്കര വൈബ്രേഷനാണെന്നാണ് പറയാറ്. പക്ഷേ ഈ ഒരു വണ്ടിക്ക് തീരെ വൈബ്രേഷൻ നമുക്ക് അറിയില്ല. അപ്പോൾ മിറേഴ്സും കാര്യങ്ങളൊന്നും ഒരു രീതിയിലും വൈബ്രേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഒരു ട്വിൻ ചേസസ് വന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വണ്ടിയുടെ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിച്ചത്. അടുത്തായിട്ട് ഈ ഒരു വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റി പറയുകയാണെങ്കിൽ 174 mm ആണ് ഈ ഒരു വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത്യാവശ്യം ഒരു മീഡിയം റേഞ്ചിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ക്രൂയിസർ ബൈക്കാണ്. അപ്പോൾ ആ രീതിയിൽ വേണം ഈ ഒരു വണ്ടീനെ കാണാനായിട്ട്. അടുത്തായിട്ട് ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു 4 സ്ട്രോക്ക് സിംഗിൾ ഓവർഹെഡ് ക്യാം എയർ ഓയിൽ കൂൾഡ് 648 cc പാരലൽ ട്വിൻ അതുപോലെ തന്നെ എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നത്. അതുപോലെ തന്നെ 47 bhp അറ്റ് 7250 RPM, 52 Nm അറ്റ് 5250 RPM, അതുപോലെ തന്നെ 6 സ്പീഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ, ഡിജിറ്റൽ സ്പാർക്ക് ഇഗ്നീഷനും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു എഞ്ചിൻ സ്പെസിഫിക്കേഷനാണ് ഈ ഒരു റോയൽ എൻഫീൽഡ് ഇന്റർസെപ്റ്റർ 650 എന്ന് പറഞ്ഞ വണ്ടിക്കകത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ ഇവിടെ റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബാഡ്ജിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ റോയൽ എൻഫീൽഡ് ഇന്റർസെപ്റ്റർ 650 എന്ന് പറഞ്ഞ രീതിക്കാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. എഞ്ചിൻ്റെ പുറത്തും റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സംഭവത്തിൽ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ഫുഡ് റെസ്റ്റ് അതിൽ നോക്കി കഴിഞ്ഞാലും റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ ഫുഡ് റെസ്റ്റിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് റോയൽ എൻഫീൽഡ് അവരുടെ ഒരു വണ്ടിയിൽ 6 സ്പീഡ് ഗിയർ ബോക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിക്കകത്ത് 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. പിന്നെ ഈ ഒരു വണ്ടിയുടെ ടയറിൻ്റെയും ബ്രേക്കിൻ്റെയും ഭാഗത്തേക്ക് വന്നാൽ ഇതിൽ ഫ്രണ്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത് 100/90 ഇഞ്ച് ടയറാണ് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നത്. റിയർ ഭാഗത്തേക്ക് വരുമ്പോൾ 130/70 18 ഇഞ്ചിൻ്റെ വീലാണ് ഈ ഒരു വണ്ടിയുടെ ബാക്കിലും വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ബ്രേക്ക് 320 mm ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. പിന്നെ ഈ ഒരു വണ്ടിക്കകത്ത് ABSും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ റിയറിൽ 240 mm ഡിസ്ക്കാണ് വരുന്നത്. ABSും കാര്യങ്ങളും റിയറിലും വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നല്ലൊരു സേഫ്റ്റി ഭാഗം നോക്കുമ്പോഴും നല്ലൊരു പെർഫോമൻസ് വരുന്ന വണ്ടിയാണ് ഈ റോയൽ എൻഫീൽഡ് ഇന്റർസെപ്റ്റർ 650 എന്ന് പറയുന്ന ഈ ഒരു സീരീസ്. ഈ ഒരു വണ്ടിയുടെ ഹാൻഡിൽ ബാർ ചേഞ്ചാണ്. പക്ഷേ ഇതിൻ്റെ ശരിക്കുള്ള ഹാൻഡിൽ ബാർ ഭയങ്കര വൈഡിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല കംഫർട്ട് പൊസിഷനും കമാൻഡിങ് പൊസിഷനും തരുന്ന ഒരു ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷനാണ് ഈ ഒരു വണ്ടിക്കകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കമാൻഡിങ് പൊസിഷനിലിരുന്ന് ഈ ഒരു വണ്ടി ഓടിച്ചു പോകാനായിട്ട് സാധിക്കും. പിന്നെ ഇതൊരു ക്രൂയിസർ ബൈക്ക് കം സ്പോർട്സ് ബൈക്കാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കാലിൽ വയ്ക്കുമ്പോൾ പൊസിഷൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയും കുറച്ച് നേരം കഴിയുമ്പോൾ കാല് മസിൽ പിടിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാകും. പക്ഷേ ഇത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു വേരിയൻ്റ് ഒരു രീതിയിലാണ് ഈ ഒരു വണ്ടി ഇറക്കിയിരിക്കുന്നത്. കംപ്ലീറ്റ്ലി ഒരു ക്രൂയിസർ ബൈക്കല്ല, ക്രൂയിസർ കം സ്പോർട്സ് ബൈക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഇതിൻ്റെ എക്സോസ്റ്റ് 2 എക്സോസ്റ്റാണ് വരുന്നത്. ഈ സൈഡിലും നമുക്കൊരു എക്സോസ്റ്റ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പാസഞ്ചറിന് ഇവിടെ ഒരു ഫുഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സും ബ്രേക്കും ഒക്കെ നോർമൽ ഹാലോജൻ ബൾബും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിടിച്ചിരിക്കാനുള്ളൊരു സംഭവം കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നല്ല പവറുള്ള വണ്ടി ആയതുകൊണ്ട് നമ്മൾ എടുത്തു കൊണ്ടുപോകുന്നൊരു ഫീൽ ഉള്ളതുകൊണ്ട് തന്നെ പുറകിലിരിക്കുന്ന ആൾ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ പുറകിലേക്ക് മറിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ മിറേഴ്സൊക്കെ റൗണ്ട് മിറേഴ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മീറ്ററിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു RPM മീറ്ററും ഒരു സ്പീഡോമീറ്ററുമാണ് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് വണ്ടി ഒന്ന് ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഫ്യൂവൽ മീറ്റർ ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ കിലോമീറ്റർ, ടിപ്പ്, Aയും Bയും ഒക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബാറ്ററി ഇൻഡിക്കേറ്റർ, ABSൻ്റെ ഇൻഡിക്കേറ്റർ, ഫ്യൂവലല്ല ഓയിലിൻ്റെ ഇൻഡിക്കേറ്റർ, ഇവിടെ റോയൽ എൻഫീൽഡിൻ്റെ ഒരു സിമ്പിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ഹാലോജൻ ഹെഡ്ലൈറ്റ് തന്നെയാണ് വരുന്നത്. ആ ഒരു മീഡിയം ലെവലിലെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ലഭിക്കും. അതുപോലെ തന്നെ 2 ഇൻഡിക്കേറ്റേഴ്സും ഹാലോജൻ തന്നെയാണ് വരുന്നത്. ഈ വണ്ടിയുടെ ഒരു എക്സോസ്റ്റ് നോട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഏൽപ്പിച്ച് തരാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്തോ.
അപ്പോൾ നല്ലൊരു പ്രീമിയം ബൈക്കിൽ വരുന്ന ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആരും തന്നെ സൈലൻസർ മാറ്റാനൊന്നും ഒരു സൈലൻസർ മാറ്റുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ ചടങ്ങുള്ള കാര്യമാണ്. 2 സൈലൻസറൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ആ ഒരു പരിപാടിക്കൊന്നും പോകരുത്. പിന്നെ ഇതിൻ്റെ സ്വിച്ചസൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഹെഡ്ലൈറ്റ്, പാസ്, ഇൻഡിക്കേറ്റേഴ്സ്, ഹോണ്, എൻജിൻ കിൽ സ്വിച്ച്, സെൽഫ് കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ഒരു പെർഫോമൻസ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സും ലുക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ക്രാഷ് ഗാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു വണ്ടിയുടെ റൈഡിങ്ങിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൺ ഡിമാൻഡിങ് പവറാണ് ഈ ഒരു വണ്ടിയിൽ ലഭിക്കുന്നത്. പറയണ കേൾക്കാൻ പറ്റണമെന്ന് അറിയാൻ പാടില്ലെങ്കിലും നല്ലൊരു ഫീലാണ്ടോ ഈ വണ്ടി ഓടിക്കാനായിട്ട്. നമുക്ക് നല്ലൊരു പവറും കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടി ലഭിക്കേണ്ട 650 cc ആയതുകൊണ്ട് തന്നെ ആ ഒരു പവറും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ എന്തായാലും ലഭിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അറിയാവുന്നല്ലേ ഉള്ളൂ അത്രയും മാത്രം പവർ, എന്തോരം പവർ കിട്ടുന്നത്. ഇപ്പം ഈ ഒരു വണ്ടി ഓടിക്കണമെന്ന് നമുക്കറിയാൻ പറ്റില്ല, അത്ര സ്മൂത്താണ് വണ്ടി. നല്ല പവറുള്ള വണ്ടിയാണ്ടത് ഇവിടെ പറഞ്ഞ നമുക്ക്. ഞാൻ പറഞ്ഞത് തന്നെ ഓൺ ഡിമാൻഡിലാണ് ഒരു വണ്ടിയുടെ പവറും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. നമ്മൾ 3rd ഗിയറിൽ ഓൾമോസ്റ്റ് 60 കിലോമീറ്റർ സ്പീഡിലെത്തിയുണ്ട്. അപ്പൊ 6 സ്പീഡിന്റെ കാര്യം പറയണ്ടല്ലോ. പുറയിലിരിക്കുന്ന ആള് തിരിച്ചില്ലെങ്കിൽ തെറിച്ചു പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും വേണ്ട. ആ രീതിയിലുള്ള പവർ നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് ലഭിക്കുന്നതാണ്. പിന്നെ ABS ആയതുകൊണ്ട് ബ്രേക്കിംഗ് ഒക്കെ പൊളിയായിരിക്കും, ഒരു രക്ഷ ഉണ്ടാവില്ല. അങ്ങനെ ഒരു അടിപൊളി കിടിലൻ വണ്ടിയാണ്. പിന്നെ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറയിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു വണ്ടി എത്രയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്നും ഉള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്റർസെപ്റ്റർ 650 എന്ന് പറഞ്ഞ ബൈക്ക് ഭയങ്കര ക്ലാസിക്കും അതുപോലെ തന്നെ മോഡേൺ ആയിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പൊതുവെയുള്ള റോയൽ എൻഫീൽഡ് ഡിസൈനിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു വണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ വിഷ്വൽ ഭാഗത്തേക്ക് പല സൈഡിൽ നിന്ന് ആംഗിളൊക്കെ നോക്കിക്കഴിഞ്ഞാലും നല്ല ലുക്കിഷും നല്ല സ്റ്റൈലിഷും ആയിട്ടുള്ളൊരു വണ്ടിയാണിത്. അതുപോലെ തന്നെ ഇതിന്റെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ ഒരു പ്രീമിയം ലുക്കും കാര്യങ്ങളൊക്കെ ഒരു വണ്ടിക്ക് ലഭിക്കുന്നുണ്ട്. 648 cc എന്ന് പറഞ്ഞ ഈ ഒരു പാരലൽ ട്വിൻ എഞ്ചിൻ വളരെയധികം പീക്ക് പവർ പ്രൊഡ്യൂസ് ചെയ്യാനും നല്ല ടോർക്കി ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് നല്ലൊരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ലഭിക്കേണ്ടത്, നമ്മളെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഫീൽ ഈ ഒരു വണ്ടിക്ക് അത് ലഭിക്കേണ്ടത്. പക്ഷേ നിങ്ങൾ KTM 390 ഒക്കെ ആയിട്ട് ഈ ഒരു വണ്ടിയെ കമ്പയർ ചെയ്യാനായിട്ട് പാടില്ല. ഇത് കുറച്ച് ലീനിയർ ആയിട്ട് പവർ വരുന്ന വണ്ടിയാണ്. ബാക്കിയതൊക്കെ മറ്റേ വണ്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ സ്പോർട്സ് ആയിട്ട് ഓൺ ഡിമാൻഡിൽ നമ്മൾ പറയുന്നിടത്ത് പവർ വരും. പക്ഷേ ഇത് കുറച്ച് ലീനിയർ ആയിട്ട് പവർ വരുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു ഇന്റർസെപ്റ്റർ 650 എന്ന് പറഞ്ഞ ഈ ഒരു ബൈക്ക്. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടിക്ക് വൈബ്രേഷൻ ലെവലൊക്കെ വളരെയധികം കുറവാണ്. വൈബ്രേഷൻ തീരെ ഇല്ല എന്ന് തന്നെ പറയാം. 0% വൈബ്രേഷൻ തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു 130 കിലോമീറ്റർ വരെ ഈ ഒരു നല്ല സ്റ്റെബിലിറ്റിയോട് കൂടി ഈ ഒരു വണ്ടി ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിന്റെ വെയിറ്റ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഏകദേശം 202 കിലോഗ്രാമോളം ഈ വണ്ടിക്ക് വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം കുറച്ച് ചെരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി കൈ വിട്ടാനുള്ള ചാൻസസ് കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. ഇത്രയധികം വെയിറ്റ് ഈ ഒരു വണ്ടിക്ക് ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഏതൊരു വണ്ടിയായാലും അതിന് കുറച്ച് നെഗറ്റീവ്സ് ഉണ്ടാവും. ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ നെഗറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഇതൊരു ലോങ് റണ്ണിൽ ഇതിൻ്റെ സീറ്റ് കുറച്ച് അൺകംഫോർട്ടബിൾ ആണ് നമുക്ക്. അതുപോലെ തന്നെ ക്ലച്ച് ഭയങ്കര ഹെവിയർ സൈഡ് ആയതുകൊണ്ട് ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ നമുക്ക് ഈ ഒരു കൈക്ക് കുറച്ച് അസ്വസ്ഥത ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത് ക്ലച്ച് കുറച്ച് ഹാർഡ് ആയതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ ഇതിൻ്റെ മൈലേജ് നമുക്ക് ലഭിക്കുന്നത് ഏകദേശം 25 കിലോമീറ്റർ മൈലേജും കാര്യങ്ങളൊക്കെയാണ് ലഭിക്കുന്നത്. ഈ ഒരു വണ്ടിയുടെ ഫസ്റ്റ് സർവീസ് 500 കിലോമീറ്ററിലും അതുപോലെ തന്നെ സെക്കൻഡ് സർവീസ് 10,000 കിലോമീറ്ററിലാണ് വരുന്നത്. 25 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കിലോമീറ്റർ ആണ്. കാരണം ഈ ഒരു 650 cc വണ്ടിയാണല്ലോ ഇത്. അതുകൊണ്ട് തന്നെ അത്രയും CC കൂടിയ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഇത്രയും മൈലേജും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ ഫ്യൂവൽ ഗേജ് ആക്യുറേറ്റ് ഇല്ല. ഫ്യൂവൽ ഗേജിന് ഏകദേശം ഒരു വട്ടാണെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും. ആ രീതിയിലാണ് ഫ്യൂവൽ ഗേജ് കാണിക്കുന്നത്. ചില സമയത്ത് കൂടുതൽ കാണിക്കും, ചില സമയത്ത് കുറവ് കാണിക്കും. അപ്പം നമുക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു ഫ്യൂവൽ ഗേജിനെ വിശ്വസിക്കാനായിട്ട് പറ്റില്ല. അത്രയ്ക്ക് ആക്യുറേറ്റ് ഇല്ല ഈ ഒരു വണ്ടിയുടെ ഫ്യൂവൽ ഗേജ് എന്ന് പറയാനായിട്ട്. പല ഓണേഴ്സും കംപ്ലൈൻറ്റ് ചെയ്തതായിട്ട് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ ഒരു ഫ്യൂവൽ ഗേജിന്റെ പ്രോബ്ലം.
ഈ ഒരു വണ്ടി ഒരു എയർ കൂൾഡ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഹീറ്റിംഗ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇതൊരു ലിക്വിഡ് ക്യൂഡ് അല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം ഉള്ളത്. അപ്പൊ ഈ ഒരു 650cc എഞ്ചിൻ അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് എല്ലാ രീതിയിലും അറിയാനായിട്ട് സാധിക്കും. എഞ്ചിന്റെ ഭാഗത്തു നിന്നായാലും എക്സോസിന്റെ ഭാഗത്തു നിന്നായാലും നല്ല രീതിയിൽ തന്നെ ഹീറ്റ് നമുക്ക് വരുന്നതാണ്. അപ്പം അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യമാണ്. കാരണം ഇത്രയും വലിയൊരു ഹെവി എഞ്ചിനാണ് അതിനകത്ത് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാര്യം നമുക്ക് തീർച്ചയായിട്ടും അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വണ്ടിയായിട്ട് പെട്രോളിക്കാൻ കയറിയപ്പോൾ പെട്രോൾ പമ്പിൽ നിന്ന് പുള്ളി പറയണ്ടായി വണ്ടിക്ക് നല്ല രീതിയിൽ ഹീറ്റിംഗ് ഉണ്ടല്ലോ, അടുത്ത് നിന്ന് ആ പുള്ളിക്ക് വരെ നല്ല രീതിയിൽ ഹീറ്റിംഗ് അടിക്കുകയുണ്ടായി. അപ്പം നല്ല രീതിയിൽ തന്നെ ഈ ഒരു വണ്ടി ഹീറ്റ് ആവുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു എഞ്ചിൻ ഹീറ്റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വണ്ടിയിൽ നമുക്ക് കാല് നമ്മുടെ ലെഗ് ഹക്ക് ചെയ്ത് ടാങ്കിനോട് ഹക്ക് ചെയ്ത് വെച്ചിട്ട് ഇരുന്ന് വണ്ടി ഓടിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ കയ്യിലേക്ക് കൂടുതൽ വെയിറ്റ് വരണ്ടായിട്ട് വരും. അതുകൊണ്ട് തന്നെ കൈക്ക് കുറച്ച് വേദനയും കാര്യങ്ങളൊക്കെ ലോങ് റണ്ണിൽ നമുക്ക് വരാനായിട്ടുള്ള സാധ്യത കൂടുതലായിരിക്കും. ഇപ്പൊ ടാങ്കിനോട് നമ്മൾ ചേർത്ത് വെച്ചാൽ നമ്മുടെ കാല് കുറച്ച് ചൂടടിച്ച് കാല് കുറച്ച് അധികമായിട്ട് ചൂടടിക്കാനുള്ള ചാൻസസ് ഉള്ളത് കൊണ്ട് തന്നെ കാല് കുറച്ച് വൈഡ് അയച്ചു വെച്ച് നമുക്ക് ഈ ഒരു വണ്ടി ഓടിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൈക്ക് കുറച്ച് അൺകംഫോർട്ടബിൾ നമുക്ക് ഫീൽ ചെയ്യും ഈ ഒരു വണ്ടി ഓടിക്കുമ്പോൾ, കുറെ ദൂരം ഓടിക്കുമ്പോൾ, ലോങ് റണ്ണിൽ ഓടിക്കുമ്പോൾ. അടുത്തായിട്ട് ഈ ഒരു വണ്ടിയിൽ വേണ്ടതായിരുന്നു എനിക്ക് തോന്നിയത് ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ആണ്. അതായത് ഈ ഒരു വണ്ടി 6 സ്പീഡ് ഗിയർ ഉണ്ടെങ്കിലും നമ്മൾ 6ാമത്തെ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഇനി ഒരു ഗിയർ ഉണ്ടോ എന്നൊരു ഡൗട്ട് കൂടെ എനിക്ക് പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഒരു ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്ററും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എനിക്ക് തോന്നി. പക്ഷെ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. റോയൽ എൻഫീൽഡിന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും ഫ്യൂവൽ ഗേജ് കൊണ്ടുവന്നല്ലോ, അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്ററും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് വളരെ മികച്ചൊരു കാര്യം കൂടെ ആയിരുന്നു എന്ന് എനിക്ക് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നിന്ന് തോന്നി. അടുത്ത പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ ഒരു വണ്ടി ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നമുക്ക് വാല്യൂ ഫോർ മണി ആണോ? തീർച്ചയായിട്ടും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ്. നല്ല രീതിയിൽ പവറും അതുപോലെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഓടിച്ചു കൊണ്ട് നടക്കാവുന്നതൊക്കെ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അത് സീറ്റിന്റെ ഭാഗം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ സീറ്റ് നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് പുറത്തെവിടെയെങ്കിലും കൊടുത്ത് ചെയ്താലോ അല്ലെങ്കിൽ നല്ല ടൂറിംഗ് സീറ്റൊക്കെ വെച്ച് കഴിഞ്ഞാലും നല്ല കംഫോർട്ടും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഈ ഒരു വണ്ടി നല്ല മികച്ചൊരു വണ്ടി തന്നെയാണ്. പിന്നെ ഈ ഒരു BS4 നിന്നും BX6 വന്നപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും ഈ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നില്ല. എഞ്ചിന്റെ കുറച്ച് പെർഫോമൻസ് ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ചസ് മാത്രമേ വരുത്തിയിട്ടുള്ളൂ. അതായത് ടോപ്പ് എൻഡിൽ കുറച്ച് സ്ലൈറ്റ്ലി പവർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ വേറെ വിഷയങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്കത് അറിയാനായിട്ട് സാധിക്കില്ല. അപ്പം ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഈ ഒരു വണ്ടി ഈ ഒരു 650cc എന്ന് പറഞ്ഞ ഈ ഒരു ഇന്റർസെപ്റ്റർ 650 എന്ന് പറഞ്ഞ ഒരു വണ്ടി തീർച്ചയായിട്ടും ഒരു എക്കണോമിക്കൽ നമുക്ക് വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. റോയൽ എൻഫീൽഡിന്റെ ഭാഗത്തു നിന്ന് ഒരു ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് ഈ ഒരു ഇന്റർസെപ്റ്റർ 650 എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. ഈ ഒരു വണ്ടി ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബൈക്ക് ആണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും അല്ല എന്ന്. ഒരു 150cc നിന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള സിസികളിൽ നിന്നും അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കാണ് ഈ ഒരു വണ്ടി ആപ്റ്റ് ആയിട്ടുണ്ടാവുക. അല്ലാതെ തുടക്കക്കാരനായ ഒരു ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബൈക്കല്ല. കാരണം ഇതിന് അത്രമാത്രം പവറും കാര്യങ്ങളൊക്കെ ലഭിക്കേണ്ടത് നമ്മൾ കൈ കൊടുക്കേണ്ടതിനനുസരിച്ച് അതിന്റെ പവറും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മളെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന രീതിയിലുള്ള പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബൈക്കല്ല. ഒരു 150cc എന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആയിരിക്കും ഈ ഒരു ഇന്റർസെപ്റ്റർ 650 എന്ന് പറഞ്ഞ ഈ ഒരു ബൈക്ക്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഈ ഇന്റർസെപ്റ്റർ 650 എന്ന് പറയുന്ന റോയൽ എൻഫീൽഡിന്റെ ഒരു അടിപൊളി കിടിലൻ ബൈക്കിന്റെ റിവ്യൂ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എന്തായാലും എനേബിൾ ചെയ്ത് വെച്ചേക്കാം. നമ്മുടെ വീഡിയോ ചാനലിലൂടെ പല കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീണ്ടും കാണും വരെ ഇറ്റ്സ് മീ യുവർ മലി വ്ളോഗർ സൈനിങ് ഔട്ട്.